ഹായ്, ഞാൻ പൗർണമി ശങ്കർ. ഞാനൊരു ടെറേറിയം ആർട്ടിസ്റ്റ് എന്നാണ് എന്നെ ഇപ്പോൾ സ്വയം പരിചയപ്പെടുത്തുന്നത്. ഏകദേശം 13 വർഷത്തോളം മറ്റൊരു മേഖലയിൽ വർക്ക് ചെയ്ത ശേഷം ആ ജോലി രാജിവെച്ചിട്ടാണ് ചെടികളുടെ ഒരു ലോകത്തേക്ക് ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത്. അങ്ങനെ ആകസ്മികമായിട്ടാണ് ടെറേറിയത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ടെറേറിയം എനിക്കൊരു ഹോബിക്കപ്പുറം എനിക്കൊരു വരുമാന മാർഗം കൂടിയാണ്. കേരളത്തിലധികം ആൾക്കാർക്കൊന്നും ടെറേറിയം എന്താണെന്ന് അറിയാത്ത സമയത്താണ് ഞാൻ ഈ ടെറേറിയം എന്ന ബിസിനസ്സുമായി ഇറങ്ങുന്നത്. അപ്പോൾ അന്ന് ആൾക്കാരെ ടെറേറിയം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അത് വാങ്ങിപ്പിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് അന്ന് ഞാൻ നേരിട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾക്കാർക്ക് ടെറേറിയം എന്താണെന്ന് അറിയാൻ പറ്റും. ഇത് ചെടി ഒരു പോട്ടിനുള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനപ്പുറം അത് ഒരു ലാൻഡ്സ്കേപ്പായിട്ട് ഒരു ഭംഗി കൂട്ടി ഒക്കെയാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ആൾക്കാർക്ക് വാങ്ങിക്കുമ്പോൾ സ്വീകരണ മുറിയിലും അതുപോലെ ഗിഫ്റ്റായിട്ട് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ ബിസിനസ് മുന്നോട്ട് നീങ്ങുന്നത്. ടെറേറിയം എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. ഞാൻ ചെയ്യുന്നത് ക്ലോസ്ഡ് ടെറേറിയം എന്ന ഒരു വിഭാഗം ആണ്. അപ്പോൾ അതിനു മുൻപ് ടെറേറിയം എന്താണെന്ന് പറയണം. ടെറേറിയം എന്ന് പറയുന്നത് ഒരു അടച്ചു വെച്ച പോട്ടിനുള്ളിൽ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പോട്ടിനുള്ളിൽ ലൈവ് പ്ലാന്റ്സ് വളരുന്ന, അതിൽ വെള്ളവും വളവും മറ്റ് സഹായങ്ങളൊന്നും ഇല്ലാതെ തന്നെ തനിയെ വളരുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നതിനെയാണ് ടെറേറിയം എന്ന് പറയുന്നത്. ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെയേറെ സുപരിചിതമാണ്, പക്ഷെ കേരളത്തിൽ വളരെ കുറവാണ്. ഞാൻ ചെയ്യുന്നത് ക്ലോസ്ഡ് ടെറേറിയം എന്ന ഒരു സെക്ഷനാണ്. ഇപ്പോൾ കാര്യമായി ആൾക്കാർ ഇതേക്കുറിച്ച് അറിഞ്ഞു വരുന്നുണ്ട്. ഞാൻ ഈ ബിസിനസ്സിൽ നേരിട്ട ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് പലർക്കും ടെറേറിയം എന്താണെന്ന് അറിയില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അവരെ ടെറേറിയം എന്താണെന്ന് പഠിപ്പിച്ച ശേഷം അത് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. പക്ഷെ ഇപ്പോൾ അത് കുറേശ്ശെയായിട്ട് മാറി വരുന്നുണ്ട്. ഇത് ശരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിലെ ഒരു ബോട്ടാണിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ചെടികളും മറ്റും കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിയിരുന്നു, അതേക്കുറിച്ച് പഠിക്കാനും മറ്റും. അതിൻ്റെ ഭാഗമായി ആകസ്മികമായിട്ടാണ് ടെറേറിയം എന്നൊരു സംഭവത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. അതായത് അദ്ദേഹം കൊണ്ടുവന്ന അടച്ചു വെച്ചിരുന്ന ഒരു പോട്ടിനുള്ളിൽ ഒരു ചെടി തനിയെ ഏകദേശം 1-2 വർഷത്തോളം വളരുന്നത് അദ്ദേഹം പിന്നീട് കണ്ടു. അങ്ങനെയാണ് ഈ ടെറേറിയം എന്നൊരു സംഭവം ഉരുത്തിരിയുന്നത്. ലോകത്തിലെ ഏറ്റവും പഴയ ടെറേറിയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10-80 വർഷത്തിന് മേലെ പഴക്കമുള്ളതാണ്. ഞാൻ ചെയ്തു തുടങ്ങിയിട്ട് 2 വർഷമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചെയ്യുന്ന ടെറേറിയം ഏകദേശം ആൾക്കാർ എന്നോട് ചോദിക്കും എത്ര വർഷം വരെയൊക്കെ ഇരിക്കും ഈ ടെറേറിയം. ഞാൻ ചെയ്തു തുടങ്ങിയ 2 വർഷമാണ്. അപ്പൊ അതുകൊണ്ട് 2 വർഷത്തെ ഗ്യാരണ്ടി എന്തായാലും ഞാൻ പറയും. ഈ ടെറേറിയത്തിനുള്ളിൽ പ്ലാന്റ്സ് മാത്രമല്ല, മറ്റൊരു ചെറിയൊരു സൂക്ഷ്മജീവിയും കൂടെ നമ്മളിടും. സ്പ്രിംഗ്റ്റേഴ്സ് എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ഇവര് തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലിലൂടെ തന്നെ ഈ ടെറേറിയം മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് അടച്ചിടുമ്പോൾ ഈ ടെറേറിയത്തിനുള്ളിൽ ഫംഗസും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഫംഗസിനെ ഈ സ്പ്രിംഗ്റ്റേഴ്സ് കഴിക്കുകയും അങ്ങനെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങി മുന്നോട്ട് പോകുന്നത്. ടെറേറിയത്തിനുള്ളിൽ എല്ലാവിധ പ്ലാന്റുകളും ഇരിക്കും എന്ന് കരുതരുത്. കാരണം ഇതിനുള്ളിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അതുപോലെ നനവ് ഉള്ളത് കൊണ്ട് തന്നെ അത്തരം മോയ്സ്ചർ ലവിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമാണ് കൂടുതൽ ഇതിനുള്ളിൽ സർവൈവ് ചെയ്യുക. അപ്പോൾ ഫേൺസ്, പിന്നെ പായൽ, അതുപോലെ തന്നെ പിറ്റോണിയ, മരാന്ത, അങ്ങനെയുള്ള ചെടികളൊക്കെ ആയിരിക്കും കൂടുതൽ ഇതിലിരിക്കുക. കാക്ടസ് പോലെയുള്ള ചെടികൾ ഒരിക്കലും ടെറേറിയത്തിനുള്ളിൽ സർവൈവ് ചെയ്യില്ല. പക്ഷെ ഞാൻ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളത് കൊണ്ടുപോയി 1 മാസത്തിനുള്ളിൽ തന്നെ അത് നശിച്ചു പോകും. കാരണം അതിന് ഹ്യൂമിഡിറ്റി അതൊന്നും താങ്ങാൻ കഴിയും. ക്ലോസ്ഡ് ടെറേറിയം, ഓപ്പൺ ടെറേറിയം, അങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് ഒന്ന് അടച്ചിട്ടതായിരിക്കും, ഒന്ന് തുറന്നു വെക്കുന്നതായിരിക്കും. ക്ലോസ്ഡ് ടെറേറിയം എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ വെക്കുന്ന ഒരു സ്ഥലം, അത് വെക്കേണ്ട അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നോക്കി, പറഞ്ഞു തരുന്ന സാഹചര്യങ്ങളൊക്കെ നോക്കി ഒരു സ്ഥലം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായി അതിൽ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. ലേസി ഗാർഡനേഴ്സിന് പറ്റിയ ഒരു സാധനമാണ് ക്ലോസ്ഡ് ടെറേറിയം എന്ന് പറയുന്നത്.
പക്ഷെ ഓപ്പൺ ടെററിയത്തിലെ കാര്യം ഇത്തിരി വ്യത്യാസമാണ്. അപ്പോൾ അതിൽ ഒരു ചെടിച്ചട്ടിയിൽ ചെടി വെക്കുന്ന പോലെയാണ് എന്ന് പറയുമെങ്കിലും പക്ഷെ അങ്ങനെയല്ല. കാരണം ഒഴിക്കുന്ന വെള്ളം അത് പുറത്തേക്ക് പോകുന്നില്ല, പക്ഷെ നീരാവിയായിട്ട് കുറച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടും മാത്രം അതിൽ കുറേശ്ശായിട്ട് വെള്ളം ഒഴിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസം ക്ലോസ്ഡ് ടെററിയത്തിലും ഓപ്പൺ ടെററിയത്തിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ടെററിയത്തിൽ വെക്കുന്ന എല്ലാ ചെടികളും ക്ലോസ്ഡ് ടെററിയത്തിൽ വെക്കാൻ പറ്റില്ല. ഈ കാക്ടസ് പോലുള്ള ചെടികളൊക്കെ നമുക്ക് ഓപ്പൺ ടെററിയത്തിൽ വെക്കാൻ പറ്റും, പക്ഷെ ഇത് ക്ലോസ്ഡ് ടെററിയത്തിൽ വെക്കാറില്ല. ഇതിന്റെ മേക്കിങ്ങിൽ കാര്യമായ വ്യത്യാസമില്ല, എന്നാലും അതിന്റെ പോട്ടിംഗ് മിക്സിൽ ചെറിയ വ്യത്യാസം വരും. കുറച്ചും കൂടെ വെള്ളം പിടിച്ചു നിൽക്കാത്ത ടൈപ്പ് പോട്ടിംഗ് മിക്സ് ആയിരിക്കും നമ്മൾ ഓപ്പൺ ടെററിയത്തിൽ വെക്കുക. കാരണം അത്തരം ചെടികളായിരിക്കും ഓപ്പൺ ടെററിയത്തിൽ വെക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കാക്ടസും മറ്റുമാണല്ലോ ഓപ്പൺ ടെററിയത്തിൽ വെക്കുന്നത്. അപ്പൊ അതിൽ വെള്ളം അധികം പിടിച്ചു നിൽക്കുന്നത്, അതായത് ചകിരിച്ചോറും മറ്റും കുറവായിരിക്കും ഈ പോട്ടിംഗ് മിക്സിൽ. പക്ഷെ ക്ലോസ്ഡ് ടെററിയത്തിൽ ചകിരിച്ചോറിന് കാര്യമായ പങ്കുണ്ട്. അതിന് 1:1:1 എന്നുള്ള അനുപാതത്തിലാണ് ചകിരിച്ചോറ് മറ്റിടുന്നത്. പക്ഷെ ഓപ്പൺ ടെററിയത്തിൽ അതിന്റെ അത്ര ആവശ്യം വരുന്നില്ല. കാക്ടസ് ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ, അല്ല എങ്കിൽ ചകിരിച്ചോറ് കൃത്യമായിട്ടിടും. ഇതൊക്കെ ഓരോ നമ്മൾ വെക്കുന്ന ചെടികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ഇതിന്റെ പോട്ടിംഗ് മിക്സിന്റെ കാര്യമൊക്കെ വരിക. ഒരു ടെറേറിയം ഉണ്ടാക്കാൻ ഞാൻ ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കാറുണ്ട്, 2 മണിക്കൂർ എടുക്കാറുണ്ട്, 5 മണിക്കൂർ എടുക്കാറുണ്ട്, ചിലപ്പോൾ ഒരു 3 ദിവസം വരെ എടുക്കാറുണ്ട്. അത് ആ ടെറേറിയത്തിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ ആ ബോട്ടിലിന്റെ ഷേപ്പ്, ഉപയോഗിക്കുന്ന ചെടികള്, ഇതിനെല്ലാം പിന്നെ അവൈലബിലിറ്റി, അതുപോലെ തന്നെ റെസിൻ വർക്ക് ചെയ്തിട്ടുള്ള ടെററിയം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണങ്ങി വരാനും അതിന്റെ അടുത്ത ലെയർ ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു ദിവസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ലെയർ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ 3 ദിവസം വരെ എടുത്തിട്ടുണ്ട്. ഈ ടെറേറിയം ഏകദേശം 5 മണിക്കൂർ എടുത്ത് ചെയ്ത ടെറേറിയമാണ്. ഇതിന്റെ പ്രധാന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പണിംഗ് ഇവിടെ സ്പേസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പരിമിതമായ സ്പേസിനുള്ളിൽ എന്നാൽ വെറുതെ ചെടി വെച്ച് കൊടുക്കാതെ ഒരു ലാൻഡ്സ്കേപ്പ് പോലെ ചെയ്യാൻ ഏകദേശം 5 മണിക്കൂർ എടുക്കും. ഇതിനൊക്കെ സമയം എടുക്കും. നമ്മൾ ചെയ്യുമ്പം അതിൻ്റെതായ ഒരു സാൻഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട്. അതില്ലേ പല ലെയർ ആയിട്ട് 2, 4, 5. ഇത് ഒരു ടെററിയം ഉണ്ടാക്കുമ്പോൾ അതിന്റെ മേക്കിങ്ങിൽ നമ്മളുടെ പോട്ട് സെലക്ഷൻ മുതലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത് അവൈലബിൾ ആണെങ്കിൽ ഇത് പോയി വാങ്ങിക്കണം. അതുപോലെ തന്നെ ചില ചെടികൾ നമുക്ക് അന്നേരം അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അത് ഉള്ളത് വെച്ച് ചെയ്ത ശേഷം നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യും അടുത്ത ചെടി വരാനായി. അപ്പൊ അങ്ങനെ ഇംപ്രൂവ്മെന്റ്സ് വരുത്തും. ഫേൺസും മറ്റൊന്നും ഈ ചൂടുകാലത്തൊക്കെ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇങ്ങനെ മോയ്സ്ചർ ഇതിനുള്ളിൽ എപ്പോഴും നിൽക്കണം. അതായത് ടെററിയത്തിനുള്ളിൽ മഴ പെയ്യും എന്നാണ് എല്ലാവരും പറയുക. അതായത് രാവിലെ ആകുമ്പോഴത്തേക്ക് ടെററിയത്തിനുള്ളിൽ കാണാൻ പറ്റാത്ത പോലെ മോയ്സ്ചർ ഗ്ലാസ്സിൽ വരികയും കുറേശ്ശെ കഴിയുമ്പോൾ അത് തുള്ളിയായിട്ട് താഴേക്ക് വരികയും ചെയ്യും. അങ്ങനെയാണ് ഒരു നല്ല ആരോഗ്യമുള്ള ഒരു ടെററിയം നമുക്ക് കാണാൻ പറ്റും. അതിനുള്ളിൽ വെള്ളം മസ്റ്റാണ്. വെള്ളമില്ലെങ്കിൽ അത് പോരാ എന്നുള്ള അർത്ഥം. അതായത് അടുത്ത തവണ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം രക്ഷപ്പെടുന്നുണ്ട്. അത് മനസ്സിലാക്കി അതിൽ വെള്ളം ഒഴിക്കാം. ക്ലൈമറ്റിനെക്കാട്ടിലും നമ്മൾ വെക്കുന്ന സ്ഥലം നോക്കിയാൽ മതി. അതിപ്പോൾ ഡയറക്റ്റ് വെയിലടിക്കാത്ത സ്ഥലം എപ്പോഴും തിരഞ്ഞെടുക്കുക. ടെററിയം വെക്കുമ്പോൾ ഡയറക്റ്റ് വെയിലും അതുപോലെ ഭീകര ചൂടുമുള്ള സ്ഥലത്ത് ടെററിയം അങ്ങനെ സർവൈവ് ചെയ്യില്ല. അതിനുള്ളിലുള്ള ചെടികളെല്ലാം നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെക്കുന്ന സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്. ഉഷ്ണ മേഖലയിലാണെങ്കിലും AC റൂമിലാണെങ്കിൽ വൃത്തിയായിട്ട് ഇരുന്നുള്ളൂ, പക്ഷെ നല്ല ബ്രൈറ്റ് ലൈറ്റ് വേണം എന്ന് മാത്രമേ. ആയുസിന്റെ കാര്യം എപ്പോഴും അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോയ്സ്ചർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ അതിനുള്ളിൽ നല്ലതായിട്ട് വെട്ടം കിട്ടണം, എന്നാൽ വെയിലടിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ 3-4 ഘടകങ്ങളുണ്ട്. നമ്മളൊരു ടെററിയം കൊണ്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ 3-4 ഘടകങ്ങളുണ്ട്. അത് കൃത്യമാണെങ്കിൽ അത് എത്ര നാൾ വേണമെങ്കിലും അതിലിരിക്കും. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എന്നാലും എല്ലാ ദിവസവും പോയി വെള്ളം ഒഴിക്കുകയോ എല്ലാ ദിവസവും അതിനെ പോയി വളമിടുകയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ പോയി വെള്ളം ഒഴിക്കുകയോ വളമിടുകയോ അങ്ങനെ ഒന്നും വേണ്ട.
നമ്മൾ ഈ 3-4 സാഹചര്യങ്ങൾ ഒത്തിണങ്ങി വരുന്ന ഒരു സ്ഥലത്ത് വെച്ചാൽ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായിട്ട് അത് തുറക്കാതിരിക്കുക, അനാവശ്യമായി തുറന്ന് വെള്ളം ഒഴിക്കാതിരിക്കുക. അങ്ങനെയുള്ള ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തന്നെ ടെറേറിയം ഒരു കുഴപ്പമില്ലാതെ വർഷങ്ങളോളം മുന്നോട്ട് പോകും. ഒരു ടെറേറിയം നമുക്ക് വർഷങ്ങളോളം തുറക്കാതെയും മറ്റും വെക്കാം. പക്ഷേ നമ്മൾ സ്വീകരണ മുറിയിലും മറ്റും വെക്കുന്ന ടെറേറിയം ചിലർക്കത് ചിലപ്പോൾ ഇത്തിരി കുറേ നാൾ കഴിയുമ്പോൾ അതിനൊരു കാഴ്ചയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതിനുള്ളിലുള്ള ചെടികളും മറ്റും കാണാൻ ചില ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 5 മാസം 6 മാസമൊക്കെ കൂടുമ്പോൾ ചെറിയ ബ്രഷൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഗ്ലാസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം അടയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളവും കൂടെ സ്പ്രേ ചെയ്തിട്ട് അത് അടച്ചു. പക്ഷെ ചിലരുണ്ട് അത് ഇത്രയും നാളായിട്ട് തുറന്നിട്ടില്ല, അത് അങ്ങനെ തന്നെ വളരുകയാണ്, അതിലാണ് അങ്ങനെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാനും പറ്റും. ഭംഗി നോക്കാതെ അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് വളർത്താൻ പറ്റും. പിന്നെ ചിലർക്ക് ഇത് പ്രൂൺ ചെയ്ത് നിർത്തണം തോന്നും. അങ്ങനെയുള്ളവർക്കും ഇതുപോലെ 5-6 മാസം കൂടുമ്പോൾ ചെടി ഒരുപാട് വളർന്നാൽ അത് കട്ട് ചെയ്ത് നിർത്താൻ പറ്റും. അത് വേറൊരു ടെററിൽ നമുക്ക് ഉപയോഗിക്കാൻ ഈ കട്ട് ചെയ്ത ചെടികൾ. നമ്മൾ പലതരം മണലുകൾ ഇതിലുപയോഗിക്കും. ഇതിൻ്റെ ഭംഗി കൂട്ടാനായിട്ടാണ്. സത്യം പറഞ്ഞാൽ മണലിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു പ്രോഡക്റ്റായിട്ട് ഇത് കൊടുക്കുമ്പോൾ അതിനൊരു ഭംഗി വേണമല്ലോ. ആൾക്കാർക്ക് അപ്പീൽ ചെയ്യണമെങ്കിൽ അതിനൊരു ഇച്ചിരി ഭംഗി. വെറുതെ ചെടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല. ടെററിയത്തിന് പല ലെയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പല ലെയേഴ്സായിട്ടായിരിക്കും അതിനുള്ളിൽ വെള്ളം കൃത്യമായിട്ട് താഴോട്ട് ഇറങ്ങി പോകാനും ഒക്കെ ഉള്ള രീതിയിൽ പല ലെയേഴ്സായിട്ട് ചെയ്ത ശേഷമായിരിക്കും അതിന് മുകളിൽ പോട്ടിംഗ് മിക്സ് ഇടുന്നത്. ഒരു ടെററിയത്തിനുള്ളിൽ വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇട്ട് കൊടുത്ത ശേഷമാണ് അടച്ചു വെക്കുന്നത്. പിന്നെ വർഷങ്ങളോളം അതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ എന്നാലും ഞാനിപ്പോൾ പറയാറുള്ളത് ഒരു 4-5 മാസമൊക്കെ കൂടുമ്പോൾ കുറച്ച് ലിക്വിഡ് ഫെർട്ടിലൈസർ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി കാണും. ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വീകരണ മുറിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. സംശയം തോന്നുന്നു ടെററിയത്തിനുള്ളിൽ ഏതൊക്കെ ചെടി വളരും, ഒരു ക്ലോസ്ഡ് ടെററിയത്തിനുള്ളിൽ ഏതൊക്കെ ചെടി വളരും എന്നാണ് സംശയമുള്ളവർ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. ഇതിൻ്റെ അകത്തെ സാഹചര്യം, അതായത് ഇതിന് ഹ്യൂമിഡിറ്റി കൂടുതലാണ്, വെള്ളം കൂടുതലാണ്, അപ്പോൾ വെയിൽ കുറവായിരിക്കും ഇതിലേക്ക് അടിക്കുക. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വളരുന്ന ചെടികൾ ഏതൊക്കെയാണ്, അതേതൊക്കെയാണെന്ന് തരം തിരിച്ചിട്ട് അത് നമുക്കിതിൽ നട്ടുപിടിപ്പിക്കാം. അർബൻ ഫോറസ്റ്റ് പ്ലാന്റിംഗ് കൾച്ചർ എന്ന പേരിലാണ് ഇപ്പോൾ ടെററിയം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ടെററിയത്തിൻ്റെ ബിസിനസ്സിന് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് നമുക്ക് കൊറിയറിൽ അയച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനും പരിസരത്തും അതുപോലെ വന്ന് വാങ്ങിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതുപോലെ കൊണ്ടു കൊടുക്കാനും മാത്രമേ ഇത് പറ്റുള്ളൂ. അതൊരു പരിമിതിയാണ്. അപ്പോൾ ആ പരിമിതി മറികടക്കാനായിട്ട് ഇപ്പോൾ ടെററിയത്തിൻ്റെ കിറ്റും ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് DIY കിറ്റ് എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒന്ന്. കാരണം ടെററിയംസ് ഒന്നും നമുക്ക് അയച്ചു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ദൂര സ്ഥലങ്ങളിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒരു ടെററിയം ചെയ്യണം എന്ന് തോന്നിയാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് കിറ്റാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളത് മോസ് വരുന്നുണ്ട്, ചാർക്കോൾ വരുന്നുണ്ട്, സിസേഴ്സ് വരും. ഇതെല്ലാം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. സ്പൂൺ, ബ്രഷ്, പിന്നൊരു സ്പ്രേ ബോട്ടിൽ, സാൻഡ്, ക്ലേ ബോൾസ്, സബ്സ്ട്രേറ്റ്, ഇത്രയും സാധനമാണ് വരിക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ കുപ്പിയും ചെറിയ പ്ലാന്റും കൂടെ ആഡ് ചെയ്യാൻ പ്ലാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കിറ്റിൻ്റെ റേറ്റും വ്യത്യാസം വരും.
അപ്പോൾ ടെററിയം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷനും ഇതിനോടൊപ്പം തന്നെ കാണും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ടെററിയം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലൊരു കിറ്റ് വാങ്ങിയാൽ വീട്ടിൽ തന്നെ ഒരു ടെററിയംക്ക് സജ്ജീകരിക്കാൻ പറ്റുന്നതാണ്. ടെററിയം ഞാൻ കൂടുതലും ഓർഡേഴ്സ് സ്വീകരിച്ച ശേഷം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാര്യമായിട്ട് അങ്ങനെ ചെയ്ത് വെക്കാറില്ല. ചെയ്യുന്ന അപ്പോൾ തന്നെ അത് കൊടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പ്രീ ഓർഡർ ചെയ്യുക. ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇൻസ്റ്റാ പേജ് വഴിയും ഫേസ്ബുക്ക് പേജ് വഴിയും അതുപോലെ തന്നെ എൻ്റെ ഫോൺ നമ്പർ വഴി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് ചെറിയൊരു സമയമുണ്ട്, ഏകദേശം ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും മിക്കവാറും ടെററിയം ചെയ്യാൻ. അപ്പോൾ അതും കൂടി മനസ്സിലെടുത്തി മുൻകൂറായിട്ട് ഓർഡർ ചെയ്യാം.